കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. വേടന്റെ സംഗീത പരിപാടികൾ നിരീക്ഷണത്തിൽ ആയിരുന്നില്ല. പുലിപ്പല്ല് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് വേടനെ വനം വകുപ്പിന് കൈമാറിയതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷണം തുടരുന്നുണ്ട്. ഇവരെവിടെയാണ് ഈ ഗഞ്ചാവ് വാങ്ങിയത്, മറ്റ് എന്തെല്ലാം ഉണ്ട് എന്നത് നമ്മൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കഞ്ചാവിന്റെ പ്രൈം സോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, നമ്മൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ മുതൽ തന്നെ ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട്. അതിനകത്ത് വേറെ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിലെ, സ്വാഭാവികമാണ്, നേരത്തെ മാധു സൂചിപ്പിച്ചു, ഇത്തരം ഒരു കേസിൽ പെട്ടെന്ന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിലേക്കൊക്കെ മാറ്റാമോ? ഒരാൾ സമ്മാനമായി തരുന്ന സാധനം പുലിപ്പല്ലാണോ അതോ ആനയുടെ വാലാണോ എന്നൊന്നും അറിയില്ല, നമ്മളത് സ്വീകരിക്കുന്നു അറിയുന്നില്ല. പക്ഷെ ആ ജാഗ്രത കുറവുണ്ടായാൽ പോലും നേരത്തെ ഒരാവട്ടം റേഞ്ച് ഓഫീസർ പറയുന്നുണ്ടായിരുന്നു ഇതേ രീതിയിലാണെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുമെന്നുള്ളത്. എന്താണ് വനം വകുപ്പ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇത്തരം കുറ്റങ്ങളെല്ലാം വേടന്റെ മേൽ ചാർത്തുവാൻ വേണ്ടി തന്നെയാണോ? മാർഷലെ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു തലത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് ഈ വേടനെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. പക്ഷേ നാട്ടിലെ നിയമം മറിച്ചാണ്. അതായത് ഈ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വനവിഭവം, അതായത് നിരോധിക്കപ്പെട്ട വനവിഭവമോ അല്ല എങ്കിൽ വന്യജീവികളുടെ ഏതെങ്കിലും തരത്തിലുള്ള പല്ലോ നഖമോ കൊമ്പോ ഒക്കെ തന്നെ സൂക്ഷിച്ചാൽ അത് നമുക്കെതിരെ എപ്പോഴും ഒരു നിയമപ്രകാരം അവർക്ക് കേസെടുക്കാൻ കഴിയുന്നതാണ്. ആ കേസെടുക്കാതെ വനംവകുപ്പിന് പുറകോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് ഹണ്ടിങ് ഏർപ്പെടുത്തി അല്ലെങ്കിൽ കാട്ടിൽ പോയി വേടൻ ഈ പുലിയെ വേട്ടയാടിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്നത് വനംവകുപ്പ് കൃത്യമായി ആ നിയമത്തെ വ്യാഖ്യാനിച്ച് പറയുന്നത് ഈ ഒരു പുലി എവിടെയെങ്കിലും ചത്ത് കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ വനംവകുപ്പ് കണ്ടെടുത്ത് അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും അവർ ഒന്നെങ്കിൽ സൂക്ഷിക്കും അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയും. അതാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റൊരിടത്തുനിന്ന് ഒരു വന്യജീവിയുടെ പല്ലോ നഖമോ കിട്ടിയാൽ അത് വേട്ടയാടിയിരിക്കുന്നത് എന്നതാണ് സ്വാഭാവികമായ നിഗമനം. അതുകൊണ്ട് ആ രീതിയിൽ അന്വേഷിച്ച് പോവുക എന്നതാണ്. നമുക്കറിയാം, മലയാറ്റൂർ ആനവേട്ട കേസ് നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ ആനവേട്ട കേസിന് തുമ്പുണ്ടാകുന്നത് ഡൽഹിയിൽ ഒരു ആന കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ശില്പം പിടികൂടുന്ന ഘട്ടത്തിലാണ്. ആ ശില്പത്തിനുള്ള ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു പിന്നീട് അന്വേഷിക്കുന്നത്. അത് അന്വേഷിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഏറ്റവും അടുത്തുള്ള മലയാറ്റൂർ വനമേഖലയിൽ നിന്ന് 20 ആനകളെ വെടിവെച്ച് അതിൻ്റെ കൊമ്പാണ് എടുത്തതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുലി വേട്ട നടന്നിട്ടുണ്ടോ എന്നത് സ്വാഭാവികമായും അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് നടന്നിട്ടില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് പോലീസിന്റെ കേസ് പോലെയല്ല വനംവകുപ്പിന്റെ കേസ്. വനംവകുപ്പിന് മുന്നിൽ ഈ വേടൻ നൽകുന്ന മൊഴികളെല്ലാം തന്നെ വേടനെതിരായി മാറും. കോടതിക്ക് മുന്നിൽ അത് തെളിവ് മൂല്യമുള്ളതാണ്. വേടനാണ് തെളിയിക്കേണ്ടത് തൻ്റെ കയ്യിലുള്ളത് ഈ പുലിപ്പല്ലല്ല, അല്ലെങ്കിൽ ഈ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വേടനാണ് തെളിയിക്കേണ്ടത്. പോലീസിന്റെ കേസിലാണെങ്കിൽ പോലീസാണ് കോടതിയിൽ പോയി ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ടത്. ഇവിടെ വേടന് മേലാണ് ഈ ബാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കേസായി കാണേണ്ടതില്ല. ഇത് ഏറ്റവും കുറഞ്ഞത് 3 വർഷം വരെ കോടതിക്ക് മുമ്പാകെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കുറ്റമാണ്. ബില്ലിലാണ് അതിന്റെ ഗൗരവതരമായ സ്വഭാവം മനസ്സിലാക്കിയത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കമൽ പറയുകയായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവർക്കെതിരെ ഹണ്ടിങ്ങിന് കേസ് എടുത്തു, മാനിനെ ഇടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ KSRTC ബസ് റോഡ് വനത്തിന് നടുവിലൂടെ റോഡ് ഉണ്ടാക്കിയത് ആരാണ്? അവിടെ KSRTCക്ക് റൂട്ട് കൊടുക്കുന്ന ആരാണ്? KSRTC ബസ് ജോലി കൊടുക്കുന്നത്. പക്ഷെ നിയമം അതാണ്. വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ മനുഷ്യ ഇടിക്കുന്ന പോലെക്കാളും കുറ്റകരമാണ് നേരത്തെ ബില്ല് സൂചിപ്പിച്ച പോലെ ഒരു വന്യജീവിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്.